വൃത്തികേടാണ് നമ്മളോട് ആ ഹോളിനകത്തൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്കാ വൃത്തികേടെന്ന് വെച്ചാൽ പക്കാ വൃത്തികേട്. ഇങ്ങനെ ഈ വിളിയാണ്. രാത്രി കയറി വന്നിട്ട് എൻ്റെ കാലിൽ കയറി പിടിച്ച് ഞാൻ വെച്ചാൽ തൂങ്ങി മരിച്ചതാണ്, സൂയിസൈഡായിരുന്നു. പിന്നെ അമ്മുമ്മയും കൊണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും, കരഞ്ഞ് കൂവി വിളിച്ച്. ഹലോ മുത്തുമണീസ്. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറിയൊരു ലൈഫ് സ്റ്റോറിയാണെന്ന് വേണമെങ്കിൽ പറയാം. ലൈഫ് സ്റ്റോറി എന്ന് വെച്ചാൽ സാധാരണ സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടം വരെ ഉള്ളതാണ് ലൈഫ് സ്റ്റോറി. പക്ഷേ എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ പറയാനാണെങ്കിൽ ഒരുപാട് കഥകളെന്ന് വെച്ചാൽ ഒരുപാട് കഥകളുണ്ട്. കാരണം നമ്മൾ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് വിഷമിക്കുകയും എന്ന് എനിക്ക് എങ്ങനെ അത് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കുറേ സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനാണെങ്കിൽ 1, 2, 3 മണിക്കൂർ തീരത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പം എൻ്റെ കല്യാണത്തിന് മുന്നേ വരെയുള്ള ലൈഫ് ഞാൻ പറയാം. അതിന് മുന്നായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അന്നേരം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് പലർക്കും എന്നെ വലിയ അറിവും കാര്യങ്ങളൊന്നും കാണത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു ചാനലിൻ്റെ ഉടമയോ അല്ലാതെ ഒരു ഭയങ്കരമായിട്ട് നല്ല റീച്ചുള്ളൊരു ആളൊന്നും അല്ല ഞാനൊരു സാധാരണ ഒരു കുഞ്ഞൊരു ചാനലും പിന്നെ അതുപോലെ ഒരു ചെറിയ ഏറ്റവും താഴെയുള്ള ഒരാളാണ്. അത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്കാണെങ്കിൽ അതിൻ്റെതായ ക്ലാരിറ്റി കാണത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തൊട്ട് ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സജിത. എൻ്റെ സ്ഥലം പത്തനാപുരം പുന്നല എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ ചീവീട് അലയ്ക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ടാണ് ഈ ചീവീടിൻ്റെയും കോഴിയുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അന്നേരം അതൊക്കെ ഒന്ന് ക്ഷമിച്ചു വിടുക. ഓക്കെ. അന്നേരം ചാച്ചപ്പിന്ന എന്ന് പറഞ്ഞ, അതായത് പത്തനാപുരം പുന്നല ചാച്ചപ്പിന്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ ലേഡീസ് റൂം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, എന്നാ സിറ്റ്കോം ഉണ്ട്. അന്നേരം ആ സിറ്റ്കോമിനകത്ത് അഭിനയിക്കുന്ന അമൃത എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇവിടെ ചാച്ചപ്പിന്ന പുന്നല, പത്തനാപുരം പുന്നല ആനക്കുളത്താണ് പുള്ളിക്കാരിയുടെ വീട്. അന്നേരം അവരുടെ വീടിൻ്റെ ആ ഭാഗത്തായിട്ടൊക്കെ വരും ഞങ്ങളുടെ വീട് കേട്ടോ. എന്ന് വെച്ചാൽ അടുത്തടുത്തല്ല, അങ്ങനെയാണ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ എനിക്കിപ്പം 24 വയസ്സാണ് ആയിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഞാൻ 2 മക്കളുടെ അമ്മയാണ്. അന്നേരം ആദ്യം തൊട്ടുള്ള കാര്യം പറയാം. എൻ്റെ വീട് ഞാൻ പറഞ്ഞ പോലെ പുന്നല ചാച്ചപ്പിനെയാണ് എൻ്റെ വീട്. എനിക്കിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മൂമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് 3 വയസ്സുള്ളപ്പോൾ തന്നെ അവർ രണ്ടും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണമൊന്നുമില്ലല്ലോ മരിക്കുന്നതിന്, എന്താ പ്രത്യേകിച്ച് കാരണമല്ലേ. പക്ഷേ അച്ഛൻ മരിച്ചതെന്ന് വെച്ചാൽ തൂങ്ങി മരിച്ചതാണ്, സൂയിസൈഡായിരുന്നു. എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എൻ്റെ അമ്മ 6 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 4 മാസമായപ്പം എൻ്റെ അമ്മ പ്രസവിച്ച് 5 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ അമ്മ മരിച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണം. നമുക്ക് പിന്നെ എൻ്റെ അച്ഛൻ്റെ 2ാമത്തെ കല്യാണത്തിലെ മക്കളാണ് ഞങ്ങൾ. 2ാമത്തെ കല്യാണം എന്നും പറയാൻ പറ്റത്തില്ല, വേണമെങ്കിൽ അവിഹിതം എന്നൊക്കെ പറയാം. അവർ കാണിച്ച ഒരു തെറ്റിന് ഇപ്പം ആരും ഇല്ലാതായത് എനിക്കും എൻ്റെ അനിയനും കൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും എൻ്റെ അനിയനും എന്ന് വെച്ചാൽ അമ്മ വീട്ടുകാരായിട്ട് ആരുമില്ല. അമ്മ വീട്ടുകാരായിട്ട് എൻ്റെ അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ അമ്മൂമ്മയ്ക്ക് 2 പെൺമക്കളായിരുന്നു. അതിൽ 2 പേരും ഇപ്പം മരിച്ചു പോയിട്ടുണ്ട്. വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മയും ഡെലിവറിയോടെ മരിച്ചതാണ്. എൻ്റെ അമ്മയും മരിച്ചു. ആൺ സഹോദരങ്ങൾ ആരും ഇല്ല. ആരെങ്കിലും മാമന്മാരോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവരെയൊക്കെ എൻ്റെ അമ്മയുടെ ഫാമിലിയാണെന്ന് പറഞ്ഞ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒന്ന് ഹെൽപ്പ് ചോദിക്കാമായിരുന്നു. നമ്മളെ താങ്ങാൻ ആരും ഇല്ലായിരുന്നു കേട്ടോ. അതിൽ എൻ്റെ അമ്മ അങ്ങനെ മരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ 5 ദിവസം ഡെലിവറി കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് മരിച്ചത്. പുനലൂർ ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ മരണശേഷം എൻ്റെ അനിയനെ ഏറ്റെടുക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മൂമ്മയ്ക്ക് എന്നെയും എൻ്റെ അനിയനെയും കൂടെ നോക്കുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. എന്താണെന്ന് വെച്ചാൽ അമ്മൂമ്മയ്ക്ക് ആ സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഈ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്നെയും എൻ്റെ അനിയനെയും കൂടെ നോക്കുന്നത് നടക്കത്തില്ല. കാരണം എൻ്റെ അമ്മൂമ്മ ഒറ്റയ്ക്ക് ജോലിക്ക് പോയിട്ട്
ജോലിക്ക് പോയി കൊണ്ടുവരുമ്പോഴത്തേക്കിന് എൻ്റെ ഈ പൊടിക്കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ, അവനെ നോക്കാനും ആരും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കിന് അമ്മൂമ്മയുടെ ആങ്ങളെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ എൻ്റെ അമ്മൂമ്മയുടെ ആങ്ങളെ കൊണ്ടുപോയി. ഇപ്പോഴും അവർ തന്നെയാണ് നോക്കുന്നത്. അതിൻ്റെ ഇടയിലും കുറേ കഥകളൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ വഴിയേ പറയാം. അങ്ങനെ അവർ കൊണ്ടുപോയി അവനെ അവർ വളർത്തുകയാണ് ചെയ്തത് കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയിലും വലിയൊരു സ്റ്റോറി കിടപ്പുണ്ട്, ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം എൻ്റെ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ എൻ്റെ അമ്മ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. ആ സമയത്ത് ഈ വീട്ടിൽ വെച്ചായിരുന്നു അടക്കം. ഈ വീടല്ല, പഴയ വീടായിരുന്നു. അന്നേരം എൻ്റെ അമ്മയെ അടക്കാനായിട്ട് അവിടെ കിടത്തിയ സമയത്ത് ഞാൻ അതിന് ചുറ്റും ഓടി നടന്ന് കളിക്കുമായിരുന്നു എന്നാണ് എൻ്റെ അപ്പച്ചിമാരൊക്കെ പറഞ്ഞത് കേട്ടോ. ചിരിച്ച് കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. കാരണം നമുക്കറിയത്തില്ലല്ലോ, കിടക്കുന്നത് നമ്മുടെ അമ്മയാണ്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് മരിച്ചു കിടക്കുന്നത്, നമുക്കറിയത്തില്ല ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് 1 or 2 വർഷം കണ്ട് ശേഷം കണ്ടാണ് വന്നത്. കാരണം അമ്മ ആദ്യം എനിക്ക് 1 വയസ്സുള്ളപ്പം ഗർഭിണിയായ സമയത്ത് വീട്ടിൽ വന്നു, ഡെലിവറി കഴിഞ്ഞു. പിന്നെ എന്നെയും കൊണ്ട് 1 വയസ്സം കണ്ടുള്ളപ്പോൾ ഗുജറാത്തിൽ പോയി. പിന്നെ തിരിച്ചു വരുന്നത് എൻ്റെ അനിയനെ പ്രഗ്നൻ്റ് ആയിക്കൊണ്ടാണ്. അങ്ങനെ വന്ന് പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അങ്ങനെ അന്ന് അമ്മയാണോന്ന് മനസ്സിലാക്കാനൊരു ബോധമോ ഒന്നും ഇല്ലെന്നും തോന്നുന്നു, എനിക്കറിയത്തില്ല. അതുകൊണ്ടായിരിക്കണമല്ലോ നമ്മൾ അത്രയും കിടന്ന് കളിക്കുകയും ചിരിക്കുകയും ചെയ്തത്. അങ്ങനെ എന്തായാലും ആ കഥ അവിടെ അവസാനിച്ച്. അങ്ങനെ അമ്മ പോയി, അച്ഛൻ പോയി, പിന്നെ അമ്മൂമ്മ മാത്രമേ ഉള്ളായിരുന്നു. അമ്മൂമ്മ അണ്ടിയാപ്പീസിൽ പറങ്ങാണ്ടി തല്ലത്തില്ലേ, അങ്ങനെ അണ്ടിയാപ്പീസിൽ പോയാണ് എന്നെ വളർത്തിയത്. നമ്മളിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം ഞാനും അമ്മൂമ്മയും ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ. ഈ വീടല്ല, പഴയ വീടാണ്, വലിയ അടച്ചുറപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് ഒരു ഹാളും ഒരു റൂമും അടുക്കളയില്ലായിരുന്നു കേട്ടോ. കാരണം ഒരു ചരിപ്പായിരുന്നു അടുക്കള ഉണ്ടാക്കാനായിട്ട്. അവർ കട്ടയെല്ലാം അറുത്ത്, അതായത് അന്ന് എൻ്റെ അമ്മയൊക്കെയാണ് ഇങ്ങനെ മണ്ണൊക്കെ ചവിട്ടി കുഴച്ച് കട്ടയൊക്കെ അറുത്ത് ആ വീട് പണിയാനായിട്ടുള്ള കട്ട മൊത്തം അവർ അറുത്തതാണ്. അല്ലാതെ ഞങ്ങൾ സിമെൻറ്റ് കട്ടയൊന്നും വെച്ച് കെട്ടിയതല്ല ഞങ്ങളുടെ പഴയ വീട്. അന്നേരം ആ വീട്ടിൽ അടുക്കള കെട്ടാനായിട്ട് അവർ തറ കെട്ടിയതേ ഉള്ളായിരുന്നു, പിന്നെ അടുക്കള കെട്ടിയൊന്നുമില്ല. അന്നേരം അവിടെ ആ ചരിപ്പിലിരുന്നായിരുന്നു ഞങ്ങൾ പാചകം ചെയ്യുന്നത്. എന്നിട്ട് എല്ലാം പാചകം ചെയ്തിട്ട് അകത്ത് കൊണ്ടുവെക്കും. നമ്മൾ വൈകിട്ട് വരുമ്പോഴത്തേക്കിനും ആ ചോറി മൊത്തം ഉറുമ്പായിരിക്കും. ആ ഉറുമ്പുള്ള ചോറായിരിക്കും നമ്മൾ മണ്ടയിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് കഴിക്കുന്നത്. രാവിലെ എൻ്റെ അമ്മൂമ്മ അണ്ടിയാപ്പീസിൽ പോവും, എല്ലാം വെച്ചിട്ട് പോവും. നമുക്ക് പിന്നെ ചോറ് ടീച്ചർമാർക്ക് അറിയാമായിരുന്നു, ഇന്ന പോലെ അച്ഛനും അമ്മയും ഇല്ല, അമ്മൂമ്മയാണ് നോക്കുന്നത്. രാവിലെ ചോറൊന്നും കൊണ്ടുവരാൻ ഒക്കത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഉച്ചഭക്ഷണം എല്ലാം 10ാം ക്ലാസ് വരെ എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ ആയിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഞാൻ വല്ലപ്പോഴും എനിക്ക് തോന്നുന്ന സമയത്ത് മാത്രമേ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറുള്ളായിരുന്നു. പിന്നെ നമ്മൾ ഒരു 5ാം ക്ലാസ് തൊട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടുജോലിയെല്ലാം പഠിച്ചു തുടങ്ങി. കാരണം അമ്മൂമ്മ എല്ലാം ചെയ്യിച്ചു തുടങ്ങി. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ പ്രായപൂർത്തിയായ ശേഷമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. കാരണം നമ്മൾ അമ്മൂമ്മയും മോളും മാത്രം താമസിക്കുന്ന ഒരു വീടാണ്. അന്നേരം ഞാൻ പറഞ്ഞല്ലോ, വലിയ അടച്ചുറപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. 2 വാതിലാണ് ടോട്ടലുള്ളത്. നമ്മുടെ ചരിപ്പിന് വാതിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ആദ്യത്തെ ഒരു വാതിലിന് കുറ്റിയുണ്ട്, 2ാമത്തെ വാതിൽ കുറ്റി ഇടാൻ ഒക്കത്തില്ലായിരുന്നു. അങ്ങനെ കുറ്റി ഇടാൻ ഒക്കാൻ നമ്മളിങ്ങനെ മറ്റേ ഒരു കല്ലുണ്ടായിരുന്നു, വലിയൊരു കല്ല്. ആ കല്ല് ചാരി വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കിടക്കുന്നത്. ഒരു ദിവസം നമ്മൾ രാത്രി ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഫ്രണ്ടിലെ ബാക്കിൽ കതവിന് കുറ്റിയില്ലെന്നുള്ള കാര്യം അറിയത്തില്ലായിരിക്കും ആർക്കും, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. നമ്മൾ ഫ്രണ്ട് കതവ് അടയ്ക്കാൻ മറന്നുപോയി, അടച്ചില്ല, കുറ്റിയിട്ടില്ല. ആരോ രാത്രി കയറി വന്നിട്ട് എൻ്റെ കാലിൽ കയറി പിടിച്ച് ഞാൻ അലച്ച് കൂവി. അമ്മൂമ്മയും പേടിച്ചു പോയി ഒരുപാട്. അങ്ങനെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. നമ്മളന്നേരം പിന്നെ അമ്മൂമ്മ അന്നത്തെ രാത്രി പാവം ഉറങ്ങിയിട്ടേ ഇല്ല. അമ്മൂമ്മ ആണെങ്കിൽ ഒരളും ഒലക്ക ഉണ്ടല്ലോ, എന്നാൽ ഞങ്ങൾക്ക് ഒലക്കയൊക്കെ ഉണ്ടായിരുന്നു. ഒരളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ വെളിയിൽ മൂത്രം ഒഴിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ബാത്റൂം ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞൊരു ബാത്റൂം കെട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മ അണ്ടിയാപ്പീസിൽ പോയ സമയത്ത് ആ പൈസ ഒക്കെ സൂക്ഷിച്ച് വെച്ച് ഒരു കുഞ്ഞ് ബാത്റൂം കെട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം ബാത്റൂം ബാക്കിലായിരുന്നു. അന്നേരം ഇരുട്ടത്ത് നമുക്ക് പണ്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും ഇങ്ങനെയുള്ള ടോർച്ച് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, വെളിയിലെ മുറ്റത്തെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അന്നേരം
ആ ലൈറ്റത്ത് വെളിയിൽ മൂത്രം ഒഴിക്കാനോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ, അല്ലെ പാത്രം കഴുകാനോ എന്തൊത്തിനേലും ഇറങ്ങി പോകുമ്പോൾ, ഞങ്ങളുടെ അപ്പുറം ഭാഗം എല്ലാം എന്നാ ഇതാണ്, റബ്ബറാണ്. അവിടുന്ന് ഇങ്ങനെ ഈ വിളിയാണ്. ആരെല്ലാന്ന് സത്യം പറഞ്ഞാൽ ഇതുവരെ എനിക്കറിയത്തില്ല. ഞാനിതൊക്കെ കേട്ട് അമ്മൂമ്മയോട് വന്ന് പറയാം. അമ്മൂമ്മ അന്നേരം നീ വെളി ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പേടിച്ച് ഇതിനകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ എനിക്കൊരു ഐഡിയ തോന്നി, ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ ഷൂന്ന് വിളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞങ്ങളുടെ അടുപ്പിൽ കുറച്ച് കനൽ കിടപ്പുണ്ടായിരുന്നു. കനൽ ഇങ്ങനെ വാരിയിട്ട് ആ ഭാഗത്തോട്ട് എറിഞ്ഞു കൊടുത്തു. അന്നേരം ആരൊക്കെ ഓടുന്ന സൗണ്ടൊക്കെ കേട്ടായിരുന്നു. ഒരാളുകളായിരുന്നു, ഓടുന്ന സൗണ്ട് കേട്ടായിരുന്നു. കാണാൻ ഒക്കത്തില്ലല്ലോ, ഇരുട്ട്, ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ. പിന്നെന്ന് വെച്ചാൽ ഞാൻ ഈ പഠിക്കാനിരിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ പഠിക്കാൻ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് ഞങ്ങൾക്ക് നേരെ, ഞാൻ ഇരിക്കുന്നതിന് നേരെ ഫ്രണ്ടിൽ ഒരു ജനലായിരുന്നു. ജനലിൻ്റെ സൈഡിൽ, ജനലിനകത്ത് അമ്മ ഇങ്ങനെ ഒരു പലക വെച്ച് അടിച്ചു വെച്ചിട്ടുണ്ട്, വലിയ പലക വെച്ചിട്ട്. ആ പലകയ്ക്കകത്ത്, ആ പലകയിൽ ഒരു കുഞ്ഞൊരു ഹോൾ ഉണ്ടായിരുന്നു. അത് എങ്ങനെ വന്ന, ആ പലകയ്ക്കകത്ത് ഓൾറെഡി ഉള്ള ഹോളങ്ങണ്ടായിരുന്നു. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കീറി, ഇങ്ങനെ പൊട്ടിയ പലക ഉണ്ടല്ലോ, ഇച്ചിരിയും പൊട്ടിയ പലക. ആ പലക വെച്ച് ഇങ്ങനെ അടിച്ചു വെച്ചപ്പോൾ ആ പലകയുടെ കീഴിൽ കൂടി ഇങ്ങനെ ആ പലകയുടെ കീഴിൽ വെച്ചിട്ട് ഓരോന്നൊക്കെ പറയുക. നീ ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി വാ, അങ്ങനെ ഇങ്ങനെന്നൊക്കെ ഓരോന്നൊക്കെ പറയും. ഞാൻ പേടിച്ച്, ഞാൻ എന്നിട്ട് പിറ്റേന്ന് രാവിലെ അമ്മമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ നിനക്ക് തോന്നിയതായിരിക്കും അങ്ങനെ. കാരണം ഇപ്പം തോന്നിയതാണെങ്കിലും അല്ലെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. നമുക്കെന്തോ ചെയ്യാൻ പറ്റും? ഞങ്ങൾ രണ്ടുപേരും മാത്രമുണ്ട്. ഒരാൾ എൻ്റെ അമ്മൂമ്മയുടെ തലയ്ക്ക് അടിക്കുക, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും അടിച്ചിട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോയി തീർന്ന്. പിന്നെ കെട്ടി തൂവി ചാവാനല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതുകൊണ്ട് രാത്രിയിലുള്ള പഠിത്തം ഞാൻ പാടെ ഉപേക്ഷിച്ചു. പേടിച്ചിട്ടാ, വേറൊന്നും കൊണ്ടല്ല. കാരണം നമ്മൾ മാത്രം താമസിക്കുന്നിടത്ത്, അത് ഇവിടെ ഒരു ഒറ്റപ്പെട്ട ഏരിയയാണ്. വേറെ ആർക്ക് വേണമെങ്കിലും മലവഴി കൂടെ കയറി വരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ മലവഴി ഒന്നും വരാകത്തില്ല. കാരണം പുലി, ചെന്നായ കാര്യങ്ങൾ, ആന ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മലവഴി വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ചിലപ്പോൾ പണി കിട്ടുമായിരിക്കും. അതുകൊണ്ട് എൻ്റെ പിന്നെ മഴ സമയത്ത് ഇപ്പം ഇനിയും വരവാണെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. കാരണം പുലി, ആന, പന്നി കാര്യങ്ങളൊക്കെ ഉണ്ട്. പന്നി പിന്നെ വലിയ വിഷയമില്ല. പക്ഷെ പുലിയുടെ, ആനയുടെ മുന്നിൽ പെട്ടാൽ തീർന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതാരെന്തോന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല, അമ്മൂമ്മയ്ക്കും അറിയത്തില്ല. കാരണം ഇരുട്ടത്ത് നമ്മൾ ആരെയും മുഖം കാണുന്നില്ലല്ലോ. പക്കാ വൃത്തികേടാണ് നമ്മളോട് ആ ഹോളിനകത്തൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്കാ വൃത്തികേടെന്ന് വെച്ചാൽ പക്കാ വൃത്തികേട്. നീ ഇങ്ങോട്ട് ഇറങ്ങി വാ, അങ്ങനാണ് ഇങ്ങനെയാണ്, മാടയാണ്, കോടയാണ്, ചേലയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നൊക്കെ പറയാം. ഞാൻ പേടിച്ചിട്ട് പേടിച്ച് പോയി നമ്മൾ കയറി കിടന്ന് ഉറങ്ങും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കഥ മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ പോലും ഇറങ്ങത്തില്ല, പേടിച്ചിട്ട്. അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. പിന്നെന്ന് വെച്ചാൽ എനിക്കെന്ന് വെച്ചാൽ, ഞാൻ അങ്കൻവാടി പോകുന്ന സമയത്താണെങ്കിലും എനിക്ക് സ്വന്തമെന്ന് പറയാൻ വേറെ ആരുമില്ലായിരുന്നു. അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. അമ്മൂമ്മയാണ് അമ്മൂമ്മയ്ക്ക് ശനിയാഴ്ച ആയിരുന്നു ശമ്പളം കിട്ടുന്നത്. അതെനിക്കിപ്പോഴും ഓർമ്മയുള്ള കാര്യമാണ്. ശനിയാഴ്ച ദിവസം ശമ്പളം കിട്ടുന്ന ദിവസം ഞാൻ കറക്റ്റ് ആൻറ്റി ആഫീസിൻ്റെ വാതിൽക്കൽ പോയി നിൽക്കും. നമുക്ക് സ്കൂൾ വിടുന്നത് 4 മണി 4:30 ആകുമ്പോൾ സ്കൂൾ വിടും. ഞാൻ നേരെ അവിടുന്ന് പുന്നല സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ ഫുള്ളല്ല കേട്ടോ, 4-5 ക്ലാസ് വരെ കണ്ട് അവിടെ പഠിച്ചു. അന്നേരം അവിടുന്ന് നേരെ ആൻറ്റി ആഫീസിൻ്റെ വാതിൽക്കൽ വരും. ആൻറ്റി ആഫീസിൻ്റെ വാതിൽക്കൽ വന്നിട്ട് അവിടെ നിൽക്കും. അവിടെ നിന്ന് ആൾക്കാർ എല്ലാവരും വന്ന് അമ്മൂമ്മ വരുന്നവരെ ഞാൻ അവിടെ നിൽക്കും. അവിടെ നിന്നിട്ട് അമ്മൂമ്മയ്ക്ക് അന്നാണ് ശമ്പളം കിട്ടുന്ന ദിവസം. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മൂമ്മയും കൊണ്ട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, കരഞ്ഞ് കൂവി വിളിച്ച് ഞാൻ എന്തൊക്കെ വേണം പറഞ്ഞത് അതെല്ലാം വാങ്ങിച്ചു തരുമായിരുന്നു സത്യം പറഞ്ഞാൽ കേട്ടോ. എന്നുവെച്ചാൽ പട്ടിണി കിടന്നിട്ടില്ല. എൻ്റെ അമ്മയും അച്ഛനും ഇല്ല എന്നുള്ളൊരു വിഷമം എനിക്ക് തോന്നിത്തുടങ്ങിയത് ഈ അറിവായ ശേഷമാണ്. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പലരും ഇങ്ങനെ ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ അച്ഛൻ, അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അന്ന് എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. പിന്നെ അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയുടേതായ വിവരവും വിദ്യാഭ്യാസമേ ഉള്ളൂ. കാരണം വിദ്യാഭ്യാസത്തിന് കുറവുണ്ട്, ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമുക്ക് അന്നൊക്കെ ആ സ്വർണത്തിനാണെങ്കിലും വില വളരെ കുറവായിരുന്നു. പക്ഷെ ആ സമയത്ത് അത് വാങ്ങണമെന്നൊന്നും ഒരു ബോധമില്ല, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി ഒരു സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പൊന്നു പോലെയാണ് എന്നെ നോക്കിയത് കേട്ടോ. എന്നെ വളർത്തിയതാണെങ്കിലും എന്നെ പഠിപ്പിച്ചതാണെങ്കിലും, എന്നെ 10 വരെ എൻ്റെ അമ്മൂമ്മ തന്നെയാണ് പഠിപ്പിച്ചത് കേട്ടോ. +1 +2 അത് ഞാൻ സ്വന്തമായിട്ട് പോയതാണ്. അതൊക്കെ ഉണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. അങ്ങനെ അമ്മൂമ്മയായിട്ട്
അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പം എല്ലാവർക്കും ആ DAPSലുള്ള എല്ലാവർക്കും എന്നെ അറിയാം, എന്നെ ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് കാരണം എല്ലാവർക്കും അറിയാം എൻ്റെ അമ്മ ആ DAPSൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെയാണല്ലോ എൻ്റെ അമ്മ മരിച്ചപ്പം, എൻ്റെ അമ്മ ഒരു ബോണസ് ദിവസമാണ് മരിക്കുന്നത്. അതുകൊണ്ട് ആ ബോണസിൻ്റെ അന്ന് തന്നെ അവിടെ പിരിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പച്ചിയൊക്കെ പറഞ്ഞ് അറിഞ്ഞത്. എനിക്കറിയത്തില്ല കേട്ടോ കാര്യമായിട്ട്. അങ്ങനെ അപ്പച്ചി അമ്മൂമ്മയൊക്കെ പറഞ്ഞുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെ അച്ഛൻ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അവരെല്ലാവരും ശനിയാഴ്ച ഇങ്ങനെ ശമ്പളമൊക്കെ കിട്ടി വരുമല്ലേ, വന്നു കഴിയുമ്പോഴത്തേക്കിന് എല്ലാവരും വന്നിട്ട് നമുക്ക് ഓരോരോ പലഹാരങ്ങൾ വാങ്ങിച്ചു തരും കേട്ടോ. കാരണം അവിടെ ശനിയാഴ്ച ആകുമ്പോൾ അവിടെ പലഹാരക്കാരും ആൾക്കാരും എല്ലാവരും വന്ന് ഇരിക്കും അവിടെ. അങ്ങനെ കടയിൽ നിന്ന് ഏത്തക്കാപ്പമാണെങ്കിലും പലഹാരങ്ങളാണെങ്കിലും പുട്ടും ചാന്ത്. ഈ ബോണസ് ദിവസമാണെങ്കിൽ എനിക്ക് കോളാണ്. എനിക്ക് ഇഷ്ടം പോലെ മൊത്തം അമ്മമാരാണ്. ആ അമ്മമാർ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു തരും, ചിലർ പൈസ തരും. എന്നെ അതുപോലെ ഒരുപാട് സ്നേഹിച്ച് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അവരൊന്നും എൻ്റെ ഈ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ സത്യം എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറേ പേര് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. എവിടെ വെച്ച് കണ്ടാലും നമ്മളെ ജീവനാണ്. എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. അവരെല്ലാവരും എനിക്ക് ഭയങ്കര കാര്യമാണ്. അങ്ങനെ അവിടെ നിന്നെല്ലാം അമ്മ വരുമ്പോഴത്തേക്കിനും എൻ്റെ കൈ എന്തായാലും 2 കവർ ഉറപ്പായിട്ടും കാണും. അങ്ങനെയായിരുന്നു. എന്നിട്ട് അമ്മൂമ്മ എല്ലാം വാങ്ങിച്ച് തരുമായിരുന്നു, പലഹാരങ്ങളും കാര്യങ്ങളും എല്ലാം. എന്നിട്ട് ഞായറാഴ്ച ആകുമ്പോഴത്തേക്കിനും പിന്നെ അടുത്ത കൊതിയാണ്, അമ്മേ അത് വേണം, ഇത് വേണം, പാപ്പം വേണം, ചിക്കൻ വാങ്ങിക്കുക, ബീഫ് വാങ്ങിക്കുക, അത് വാങ്ങിക്കുക, ഇത് വാങ്ങിക്കുക, എല്ലാം വാങ്ങിച്ചുകൊണ്ട് തരുമായിരുന്നു. അങ്ങനെ കുറേ നാൾ അങ്ങനെയൊക്കെ പോയി. 7ാം ക്ലാസ് ആയപ്പോൾ തൊട്ടാണ് എനിക്ക് ബോധം വന്നു തുടങ്ങിയത്.